இன்னைக்கு காலையில நம்ம TN43 குரூப்ல ஒரு வீடியோ பார்த்தேன். நாடுகாணி சுரத்துல வந்துட்டு டூரிஸ்ட் வந்து சாப்பிட்றதும் ஃபுட் வேஸ்ட்டை கொட்டுறதும் ஃபாரஸ்ட்காரங்க வந்து தடுக்கிறதும் இவ்வளோ பேர் பேஜில் விக்கி கூட வீடியோ போட்டார். அப்புறம் BM சாதிக்கலி அவர் கூட இதுக்கு நிறைய கேம்பெயின்ஸ் பண்ணார். அந்த ஃபாரஸ்டோட இம்பார்ட்டன்ஸ் எல்லாருக்கும் சொல்லி புரிய வச்சு அதை ക്ലീൻ பண்ணுறதுக்குன்னு சொல்லி இந்த എഫേർട്ട് എടുത്തിട്ട് இருக்காரு. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഓക്കെ, അവർ ചിലപ്പം ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അവരെ കൊണ്ടുവരുന്ന ഡ്രൈവേഴ്സ് അവർക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. ഈ കൊണ്ടുവന്ന് തള്ളുന്ന വേസ്റ്റ് ഒക്കെ ഈ ഫോറസ്റ്റ് എത്രത്തോളം നശിച്ചു പോകുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരുപാട് വീഡിയോകൾ തൊട്ടടുത്തെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇതൊന്നും ചിന്തിക്കാണ്ട്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അവിടെ വണ്ടി നിർത്തി കൊടുത്ത് അവിടെ വെച്ച് ആളുകൾ ഇറങ്ങി അവിടെ ഫുഡ് കഴിച്ച് ഫുഡ് വേസ്റ്റ് അവിടെ ഇട്ട് പ്ലേറ്റ്സ്, ഗ്ലാസ്, പിന്നെ കുട്ടികളുടെ ഡയപ്പർ ഇതെല്ലാം ഫോറസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞ് ഫോറസ്റ്റിനെ എത്രത്തോളമാണ് മലിനമാക്കുന്നതെന്ന് പല പല വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഈ നാടുകാണി ചുരം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസ് ക്ലീനിങ് ഡ്രൈവ് നടക്കുന്നുണ്ട് May 3. നിങ്ങളെ കൊണ്ട് പറ്റുന്നവരൊക്കെ അതിൽ ജോയിൻ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലുമായിട്ട് ഈ കാടിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനൊക്കെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് May 3 പറ്റുവാണെങ്കിൽ ഈ മാസ് ക്ലീൻ ഡ്രൈവിൽ രജിസ്റ്റർ ചെയ്ത് ഇതിൻ്റെ ഒരു ഭാഗമാകുക. നീലഗിരിയിലേക്ക് കയറി വരുന്ന ടൂറിസ്റ്റുകളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം അവിടെ നമ്മൾ ഇടുന്ന ഈ വേസ്റ്റുകളെല്ലാം തിരിച്ച് നമ്മളിലേക്ക് തന്നെയാണ് വരുന്നത് എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക.